റോയൽ എൻഫീൽഡ് വേൾഡ് വാർ 2 യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഫ്ലൈയിങ് ഫ്ലീ എന്ന് പറയുന്നിട്ടുള്ള. നമുക്ക് കൂട്ടിലൊക്കെ ചെറിയൊരു കൂടിൻ്റെ ഉള്ളിൽ കെട്ടിയിട്ട് പാരച്യൂട്ടിൽ താഴ്ത്തിക്കിട്ട് ചെയ്യാം ആ മോട്ടോർ സൈക്കിൾ യുദ്ധത്തിൻ്റെ സമയത്ത്. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ അവൻ അലര് പാളിപ്പോയി. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ടോർക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് റോയൽ എൻഫീൽഡിനെ കുറിച്ചാണ്. നമ്മുടെ റോയൽ എൻഫീൽഡിന്റെ ഐക്മ കഴിഞ്ഞു, ഇപ്പോൾ അവരുടെ മോട്ടോവേഴ്സ് അല്ലെങ്കിൽ റൈഡർ മാനിയ എന്ന് പറയുന്ന ഒരു ഇവന്റ് കഴിഞ്ഞു. സോ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോവാണ്. അതിനു മുമ്പ് വിമർശനം ഇല്ലെങ്കിൽ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് കമന്റ്സുകൾ വരും. അത് പിന്നെ പക്ഷെ നമ്മളെ വിമർശിക്കുന്നവരോട് നമുക്കൊരു കാര്യം പറയാനുള്ളൂ, വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നമുക്ക് കുഴപ്പമുള്ള കേസല്ല, പക്ഷെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതെനിക്ക് ചിലർ എനിക്ക് കമന്റ് ചെയ്യുമ്പോൾ തോന്നി ഫുള്ള് കാണാതെയാണോ അവർ കമന്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് തോന്നി. പിന്നെ എനിക്കൊരു കാര്യം ആഡ് ചെയ്യാനായിട്ടുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിവിടെ ചെയ്യുന്ന വീഡിയോയിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് എങ്ങനെയെങ്കിലും ചിലപ്പോൾ ഒരു സോഴ്സ് വഴി അറിഞ്ഞതോ അല്ലെങ്കിൽ നമ്മുടെ അസംഷൻസ് ആയിരിക്കും. സോ അസംഷൻസ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ചുമ്മാ പറയില്ല, നമുക്ക് എന്തെങ്കിലും ഒരു എവിഡൻസ് ഉണ്ടായിരിക്കും. അത് ചിലപ്പോൾ നിങ്ങളോട് പറയാൻ പറ്റുന്ന ഒരു എവിഡൻസ് ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഐഡിയ വഴി കിട്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നിങ്ങൾ ഈ ഒരു ഞങ്ങളുടെ വീഡിയോസിനെ കാണുക. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ നല്ല പോലെ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഇത് മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുന്ന രീതിയിൽ ഹെവി ആയിട്ട് കൊണ്ടുവരണമെന്നാണ്. നല്ല രീതിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എനിക്കറിയാം, പക്ഷേ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ അല്ല ചോദിക്കാം. ഗോവൻ ക്ലാസിക് 666 എത്ര കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതാ. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ അവൻ അലര് പാളിപ്പോയി. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മോട്ടോർ സൈക്കിൾസിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അത് പക്ഷെ ഇപ്പൊ അങ്ങനെ പതുക്കെ പഠിച്ചിട്ടുണ്ട്, ചേട്ടൻ പഠിപ്പിക്കുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗോവൻ ക്ലാസിക് 350 കുറിച്ച്. ഓക്കെ, ഗോവൻ ക്ലാസിക് 350 കുറിച്ച് പറയുമ്പോൾ എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് എല്ലാവരുടെ അടുത്തും ഇതൊരു ഫ്രീക്ക് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഇങ്ങനെ എനർജറ്റിക് ആയിട്ടുള്ള കളേഴ്സ് അങ്ങനെയുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആയിരിക്കും എന്നുള്ളത്. സോ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് മോട്ടോർ സൈക്കിൾ വന്നിരിക്കുന്നത്. നമ്മുടെ വീഡിയോ ഇറങ്ങിയ എന്ന് തന്നെ ഇത് മീഡിയയ്ക്ക് വേണ്ടി ഒരു ഷോക്കേസ് ചെയ്തു. 23-ാം തീയതിയാണ് ലോഞ്ച് ആയിരുന്നെങ്കിലും ഷോക്കേസ് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ ജഡ്ജ് ചെയ്യുമ്പോൾ അതിന് അനുസരിച്ചിട്ടുള്ള ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ നമുക്ക് വളരെയധികം ഹാപ്പിനെസ് ആയിട്ട് തോന്നി. ഇനി ഇതിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ പറയുന്ന ഗോവൻ ക്ലാസിക് 350 എന്ന് പറയുന്നത് ഒരു ബോബർ മോട്ടോർ സൈക്കിൾ ആണ്. ബോബർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലൻ ട്രയംഫിന്റെ ഒരു ഷൂട്ടിന് മുന്നേ എൻ്റെ ഒപ്പം വന്നിട്ടുണ്ട്. അതിൽ നമ്മളൊരു ട്രയംഫിന്റെ ബോബർ മോട്ടോർ സൈക്കിൾ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ബോബർ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ടിലുള്ള ഫെൻഡർ, റിയർ ഫെൻഡർ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയോ വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ വെയിറ്റ് കുറച്ചിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ, അതാണ് ബോബർ എന്ന് പറയുന്നതിന്റെ ഒരു എന്താ പറയുക ഒരു ഡെഫിനിഷൻ നമുക്ക് പറയാം. ഓക്കെ, സോ അതുപോലെ തന്നെയാണ് റോയൽ എൻഫീൽഡ് ഈ ഒരു ഗോവൻ ക്ലാസിക് 350 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു ഗോവൻ എന്ന് പേരിടാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗോവക്കാർക്കുള്ള ഒരു ട്രിബ്യൂട്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഏതൊരു മോട്ടോർ സൈക്കിൾ ഇവന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോവ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലം. IBW, മോട്ടോസോഡ്, മോട്ടോവേഴ്സ് അങ്ങനെയുള്ള ഏത് ഇവന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഗോവ ഒരു മെയിൻ ഘടകമാണ്. പിന്നെ ഗോവൻ സൺറൈസ് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇതിന് ലോഗൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗോവൻ എന്ന് പറയുന്നതിന്റെ ഒരു ഉദ്ദേശം കൊണ്ട് തന്നെയാണ് ഈ ഒരു ഗോവൻ ക്ലാസിക് 350 എന്ന് പറയുന്ന ഈ ഒരു മോട്ടോർ സൈക്കിൾ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് എത്ര ഞാൻ പറഞ്ഞറിഞ്ഞത് ഇത് ലിമിറ്റഡ് ആയിട്ടുള്ള യൂണിറ്റ് ആയിട്ടാണ് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. കാരണം കുറച്ച് മോഡലുകൾ മാത്രമായിട്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വിന്റേജ് സ്റ്റൈലായിട്ടുള്ള നമ്മുടെ റിയർ ടയറിൽ തന്നെ മോൾഡ് ചെയ്തിട്ടുള്ള വൈറ്റ് സ്ട്രിപ്പ് കാണാനായിട്ട് സാധിക്കും. ഒരു പെയിന്റ് അല്ല, മോൾഡ് ചെയ്തിട്ടുള്ള ടയറിൽ തന്നെ മോൾഡ് ചെയ്തിട്ടുള്ള ഒരു വൈറ്റ് സ്ട്രിപ്പ് കാണാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഇതിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്താ, ഞാൻ നിന്നോട് പറഞ്ഞതാ, ട്യൂബ്ലെസ് ടയേഴ്സ്. ഓക്കെ, ആ ഒരു ട്യൂബ്ലെസ് ടയേഴ്സും കൂടിയാണ് ഇതിന്റെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള അടുത്തൊരു കാര്യം. കാരണം റോയൽ എൻഫീൽഡ് പോലെയുള്ള കമ്പനി ബോബർ പോലുള്ള ഒരു മോട്ടോർ സൈക്കിളിൽ എന്തുകൊണ്ട് ട്യൂബ്ലെസ് കൊണ്ടുവന്നതെന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട്. ഇപ്പൊ അവരെ വെച്ച് നോക്കുമ്പോൾ അവരുടെ ഹിമാലയൻ 450 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളിൽ ഓൾറെഡി അവര് ട്യൂബ്ലെസ് കൊടുത്തു. പക്ഷെ ഒരു ബോബറിൽ എന്തിനു കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡൗട്ടായിട്ട് നിൽക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കുറച്ച് ലുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലുക്ക് വരുത്താൻ വേണ്ടി ആയിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ റോയൽ എൻഫീൽഡിന്റെ അപ്കമിങ് ആയിട്ടുള്ള സ്പോക്ക് വീൽസിൽ
ഞാൻ പറയുന്നത് ക്രോസ് സ്പോക്സ് ആയിട്ടുള്ള വീൽസ് ആണ്. സ്പോക്ക് വീൽസിലാണ് അവർ ട്യൂബ്ലെസ് കൊടുത്ത കാര്യം പറയണേ. അലോയ് വീലിൽ ട്യൂബ്ലെസ് അവർക്ക് ഓൾമോസ്റ്റ് എല്ലാ മോഡലിലും അലോയ് വീൽ വരുന്നത് ട്യൂബ്ലെസ് ആയിരിക്കും, കൺഫേം ആണ്. പക്ഷേ ക്രോസ് സ്പോക്സിൽ അവർ കൊടുത്തതിനുള്ള ഒരു ഉദ്ദേശം എനിക്ക് തോന്നുന്നത് ഇനി ഫ്യൂച്ചറിൽ ചിലപ്പോൾ അവർ വരുന്ന മോട്ടോർ സൈക്കിൾസ് എല്ലാം ഇപ്പോൾ ക്ലാസിക് 350 എടുക്കുകയാണെന്നുണ്ടെങ്കിലും സ്റ്റാൻഡേർഡ് 350 എടുക്കുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള മോട്ടോർ സൈക്കിൾസിലെല്ലാം ചിലപ്പോൾ ക്രോസ് സ്പോക്സ് അല്ലെങ്കിൽ ട്യൂബ്ലെസ് ആയിട്ടുള്ള സ്പോക്ക് വീൽസ് വരാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന പോലെ, തുടക്കം എന്ന് പറയുന്ന പോലെ ആയിരിക്കാം ചിലപ്പോൾ ഗോവൻ ക്ലാസിക് 350 എന്ന് പറയുന്ന ഈ ഒരു മോട്ടോർ സൈക്കിളിലെ ക്രോസ് സ്പോക്സ് അല്ലെങ്കിൽ ട്യൂബ്ലെസ് ആയിട്ടുള്ള സ്പോക്ക് വീൽസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി വീലിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, വീൽ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മീറ്റിയോർ 350 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, കാരണം ഗോവൻ ക്ലാസിക് 350യുടെ എർഗണോമിക്സ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് മീറ്റിയോർ 350 പോലെയാണ്. ഫ്രണ്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഫുഡ് പെഗ്, പിന്നെ അതിന്റെ റൈഡിംഗ് ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് മീറ്റിയോർ 350യാണ്. വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹാൻഡിൽ ബാർ 100 mm ആണ്ട് പൊന്തി നിൽക്കുന്നുണ്ട്. അത് മാത്രമാണ് ഒരു മേജർ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഇതിൽ വീൽ സൈസ് വരുമ്പോൾ ഫ്രണ്ട് സൈസ് മീറ്റിയോറിനാണെങ്കിലും ഗോവൻ ക്ലാസിക് 350 ആണെങ്കിലും 19 ഇഞ്ച് തന്നെയാണ്. പക്ഷെ റിയർ സൈസ് വരുന്നത് ഗോവൻ ക്ലാസിക് 350 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളിന്റെ റിയർ സൈസ് 16 ഇഞ്ചും മീറ്റിയോർ 350ക്ക് 17 ഇഞ്ചും ആണ്. അപ്പോൾ ഒന്നും കൂടിയും ഒരു ബോബറിന്റെ ലുക്ക് വരുത്താനായിട്ടും പിന്നെ ഈ പറയുന്ന പോലെ കുറച്ചൊന്ന് ലോവേഡ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ 16 ഇഞ്ച് ആയിട്ടുള്ള റിയർ വീല് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നതും 750 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നുള്ളൂ. മനസ്സിലായി? അപ്പോൾ ഒരു സീറ്റ് ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയാ, ചില്ല് ചെയ്ത് നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മോട്ടോർ സൈക്കിളാണ്. പിന്നെ ഇതിന്റെ എക്സോസ്റ്റിന്റെ ഡിസൈന് ഒരു ഷാർപ്പ്, ഒരു സ്ലൈഡ് ആയിട്ട് കട്ട് ചെയ്ത ടൈപ്പുള്ള പുതിയൊരു എക്സോസ്റ്റ് ഡിസൈൻ ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് പറയുന്നത് വെറും 170 mm മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ എന്തുകൊണ്ടും ഒരു നമുക്ക് അടിച്ചു പൊളിച്ച് ചില്ല് ചെയ്ത് നടക്കാൻ ഒരു ഗോവൻ ട്രെൻഡ് ഉള്ള അല്ലെങ്കിൽ ഒരു കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു ബോബർ. ഇത് ഓൾറെഡി പലരും ഇതുപോലെയൊക്കെയുള്ള പല മോട്ടോർ സൈക്കിളും റോയൽ എൻഫീൽഡിന്റെ മുകളിൽ പണിത് വന്നിട്ടുണ്ട്, നമുക്കറിയാലോ. ഇപ്പൊ റോയൽ എൻഫീൽഡ് കൊണ്ടുവരുന്ന ഏത് മോഡൽ നീ എടുത്തോ, ആ ഒരു മോഡലൊക്കെ ഓൾറെഡി പലരും കസ്റ്റം ചെയ്തിട്ടുള്ള ഡിസൈൻസ് ആയിരിക്കും. കാരണം ബോബർ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെയും ഒരു പാറ്റന്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ അല്ല. ബോബർ എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് പല ബ്രാൻഡുകളും കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ സ്ക്രാംബ്ലർ എന്ന് പറയുന്നതും ആരുടെയും പാറ്റന്റ് ആയിട്ടുള്ള ഡിസൈൻ ഒന്നുമല്ല. അത് പണ്ട് കാലത്ത് റേസ് ഓടിക്കാൻ സാധാരണ മോട്ടോർ സൈക്കിളിൽ കസ്റ്റം ചെയ്തിട്ടാണ് റേസ് ഓടിച്ചിരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫ്രണ്ട് ഫെൻഡർ എന്ന് കുറച്ച് ഉയർത്തി വെക്കും, സസ്പെൻഷൻ ട്രാവൽ കൂട്ടി വെക്കും. അങ്ങനെയാണ് ഈ ഒരു സ്ക്രാംബ്ലർ എന്ന് പറഞ്ഞ ഒരു ഡിസൈൻ ഉടലെടുത്തത്. സോ അങ്ങനെ നോക്കുമ്പോൾ റോയൽ എൻഫീൽഡ് കൊണ്ടുവരുന്ന ഏതൊരു മോഡൽ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഓൾറെഡി ഉള്ള മോഡലായിരിക്കും. അപ്പൊ എന്തായാലും അങ്ങനെയുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആയിട്ട് തന്നെയാണ് ഈ പറയുന്ന ഗോവൻ ക്ലാസിക് 350 എന്ന് പറയുന്ന ഈ ഒരു മോട്ടോർ സൈക്കിൾ റോയൽ എൻഫീൽഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന്റെ പ്രൈസ് ആണ് നമ്മൾ നോക്കണ്ടേ. പ്രൈസ് മീറ്റിയോർ 350 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലാണ്. 2.35 lakh ആണ് ഷോറൂം പ്രൈസ് വരുന്നത്. മീറ്റിയോറിന് 2.2 ആ ഒരു രീതിയിൽ 2.2 അല്ല 2.02 2 ലക്ഷത്തിന്റെ അടുത്തേക്കൊക്കെയാണ് ഷോറൂം പ്രൈസ് ഡൽഹിക്ക് വരുന്നത്. അപ്പൊ പ്രൈസ് കുറച്ച് കൂടുതലാണ്. അത് ഈ ക്രോസ് ബോക്സിന്റെ തന്നെ ആയിരിക്കും പ്രൈസ് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സിംഗിൾ പീസ് ആയിട്ടുള്ള സീറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പിന്നീട് സീറ്റ് വെക്കാം, അതും സ്റ്റാൻഡേർഡ് ആയിട്ടാണ് സീറ്റ് വരുന്നത്. അപ്പൊ അതാണ് ഗോവൻ ക്ലാസിക് 350. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ക്ലാസിക് 350 കുറിച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, പുതിയ ക്ലാസിക് 650 കുറിച്ചിട്ട് എന്താ പറയുക? ഓക്കെ, ക്ലാസിക് 650 എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യത്തെ കാര്യം, നീ 350 കണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, ആ 350 തന്നെയാണ് അവർ ഡിസൈൻ ചെയ്ത് 650 ആക്കിയേക്കണേ. കാരണം ആ ഒരു ക്ലാസിക് എന്ന് പറയുന്നതിന്റെ ആ ഒരു പേരിനോടും ആ ഒരു 350 എന്ന് പറയുന്ന ആ ഒരു മോട്ടോർ സൈക്കിളിന്റെ പേര് ഡിസൈനോടൊക്കെ വളരെയധികം നീതി പുലർത്തിയിട്ട് തന്നെയാണ് റോയൽ എൻഫീൽഡ് ക്ലാസിക് 650 എന്ന് പറയുന്ന ഒരു മോട്ടോർ സൈക്കിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മോട്ടോർ സൈക്കിളിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യത്തെ കാര്യം എനിക്ക് തോന്നിയത് ഇത് ഹെവി വെയിറ്റ് ആണ്. 243 കിലോഗ്രാം ആണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ വെയിറ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു റോയൽ എൻഫീൽഡിന്റെ അല്ലെങ്കിൽ വേറെ ഏത് 650 cc എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും റോയൽ എൻഫീൽഡിന്റെ ശ്രേണിയിൽ നോക്കുമ്പോൾ ഏറ്റവും ഹെവിയർ ആയിട്ടുള്ള 243 കിലോഗ്രാം ആണ് 650 cc ആയിട്ടുള്ള ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ കെർബ് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ പോലെ ഡിസൈനിൽ വളരെയധികം നീതി പുലർത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അടുത്തൊരു കാര്യം എനിക്ക് തോന്നിയത്, ഈ ഒരു മോട്ടോർ സൈക്കിൾ ഒരു ഹെവി ആയിട്ടുള്ള ഒരു ബൾക്കിയർ ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ്. അതാണ് ക്ലാസിക് 650 കുറിച്ച് എനിക്ക് പറയാനുള്ള. യൂസ് ചെയ്തിരിക്കുന്ന എഞ്ചിൻ നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന ഇന്റർസെപ്റ്ററിലും നമ്മൾ കോണ്ടിനെന്റ് GT 650, ഷോട്ട് ഗണ്ണ്, സൂപ്പർ മീറ്റിയോർ, ബെയർ 650 അതിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു സെയിം 650 cc എഞ്ചിനാണ്. റോയൽ എൻഫീൽഡിന്റെ സെയിം ഒരു കാര്യം, ഒരു എഞ്ചിനിലെ കുറേ മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്ന പോലെ അവരുടെ കയ്യിലുള്ള ഒരു പഴയ ഒരു ഡിസൈനിൽ തന്നെ ഒരു 650 cc ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആയിട്ട് റോയൽ എൻഫീൽഡ് കൊണ്ടുവന്നു. അതാണ് റോയൽ എൻഫീൽഡിന്റെ ക്ലാസിക് 650 എന്ന് പറയുന്ന ഒരു മോട്ടോർ സൈക്കിൾ. ഇതിന്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നതും ഓൾമോസ്റ്റ് നമ്മുടെ ക്ലാസിക് 350യുടെ സീറ്റ് ഹൈറ്റ് പോലെ തന്നെ 800 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. പിന്നെ ഇത് ആരെങ്കിലും വാങ്ങിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് അല്ല നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്, റോയൽ എൻഫീൽഡ് കൊണ്ടുവരുന്ന ഒരു പ്രൊഡക്റ്റ്, ആ ഒരു പ്രൊഡക്റ്റ് ഏതൊരു ടൈപ്പ് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ അത് വാങ്ങിക്കാൻ ആൾക്കാരുണ്ട്. അത് വലിയൊരു ക്വാണ്ടിറ്റി പോയില്ലെങ്കിൽ പോലും 1-2 അല്ലെങ്കിൽ ഒരു
ഇപ്പോൾ കുറച്ചധികം പീസുകൾ അല്ലെങ്കിൽ യൂണിറ്റുകൾ അവർക്ക് സെയിലുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് റോയൽ എൻഫീൽഡ് പല മോട്ടോർ സൈക്കിൾ കൊണ്ടുവരുന്നതെന്നുള്ള ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ റോയൽ എൻഫീൽഡ് എന്ത് മോട്ടോർ സൈക്കിൾ ഓടുന്നാലും ഇത്രയും സെല് ചെയ്ത് പോകാനുള്ള ഓക്കെ, ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഫാൻസ് തന്നെയാണ്. റോയൽ എൻഫീൽഡിന് ഒരു ഒടുക്കത്തെ ഫാൻസ് ഉണ്ട്. അവർ പണ്ടത്തെ ഇപ്പോഴത്തെയും പലതരത്തിലുള്ള ഫാൻസ് ഉണ്ട്. അവർക്ക് എന്ത് കിട്ടിയാലും അവർ വാങ്ങിക്കും. പണ്ടത്തെ ക്വാളിറ്റി ഇപ്പൊ ക്വാളിറ്റിയുടെ കാര്യം സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി കുറവാണ്. പണ്ടത്തെ ഒരു പണ്ടത്തെ ക്വാളിറ്റി എന്ന് പറയുമ്പോഴും റോയൽ എൻഫീൽഡിന്റെ ആയിട്ടുള്ള കുറെ പോരായ്മകളുണ്ട്. പക്ഷെ ആ പോരായ്മകള് അവർക്ക് വേണമെങ്കിൽ മാറ്റി കൊണ്ടുവരാം. പക്ഷെ അവർ അതിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിക്കണേ. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ ചെയ്യും. വലിപ്പിച്ച് പറയില്ല, ഉടൻ തന്നെ ചെയ്യും. എന്തായാലും ഞാനിപ്പോൾ പറഞ്ഞുതരാം. റോയൽ എൻഫീൽഡ് സെയിലുള്ളത് ഏറ്റവും ആദ്യത്തെ കാര്യം ഫാൻസ് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രൈസ് കമ്പയർ ടു ഇപ്പൊ ഈ ഒരു സെഗ്മെന്റില് ഇപ്പൊ നമ്മളൊരു ഇന്റർസെപ്റ്റർ പോലെയുള്ള ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങിക്കാൻ പോയി, അല്ലെങ്കിൽ ഷോട്ട് ഗൺ 650 പോലെയുള്ള മറ്റൊരു ബ്രാൻഡിന്റെ മോട്ടോർ സൈക്കിൾ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു പ്രൈസിന് കിട്ടില്ല. അപ്പോൾ ലോവസ്റ്റ് ആയിട്ടുള്ള പ്രൈസിൽ എന്താ പറയുക, ഒരു ഹെവിയർ ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ കൊടുക്കുമ്പോൾ അതിന് കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ തന്നെ ഒരു ഇന്റർസെപ്റ്റർ 650 പോലെ നമ്മുടെ ഒരു ഇന്റർസെപ്റ്റർ 650 നമ്മളൊരു സ്കാംബ്ലർ 650 പോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു ബെയർ 650 വന്ന പോലെ. സോ അങ്ങനെയുള്ള ഫാൻസുകാര്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഫാൻസ് ആയിട്ടല്ല, നമ്മുടെ വണ്ടിയും അല്ല അത്, നമ്മളൊരു ബ്രാൻഡിന്റെയും ഫാൻസ് അല്ല. അങ്ങനെ ആയിരുന്നു. അത് ഏത് ബ്രാൻഡാണെന്നുള്ളത് ഞങ്ങൾ പറയും. അതെന്തായാലും റോയൽ എൻഫീൽഡ്. ഓക്കെ, അതെന്തായാലും റോയൽ എൻഫീൽഡ് അല്ല, KTM അല്ല. പക്ഷെ ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോ ഒരു കമ്പനിയുടെയും ഫാൻ എന്ന് പറയുന്നില്ല. പക്ഷെ നമുക്ക് എല്ലാ മോട്ടോർ സൈക്കിളും ഇഷ്ടമാണ്. അങ്ങനെ ഒരു മോട്ടോർ സൈക്കിളിനെ നമുക്ക് ഇഷ്ടക്കേടൊന്നുമില്ല. പക്ഷെ നമ്മളുള്ള കാര്യം പറയും, ഉള്ളതുപോലെ പറയും. അപ്പം എന്തായാലും അങ്ങനെയുള്ള ഫാൻസ് കൂടി ഏതൊരു മോട്ടോർ സൈക്കിൾ വന്നാലും, അല്ലെങ്കിൽ ഏതൊരു ഡിസൈൻ ചെയ്തപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർസെപ്റ്റർ 650 ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളിനെ നമ്മൾ പതുക്കെ സ്ക്രാംബ്ലർ ആയിട്ട് ഡിസൈൻ ചെയ്ത പോലെ ആളുകൾക്ക് താല്പര്യം ഉണ്ടായിരിക്കും. ആ ഒരു രീതിയിൽ ഒരു മോട്ടോർ സൈക്കിൾ വന്നാൽ വാങ്ങിക്കാം. അതുകൊണ്ടാണ് ഏതൊരു മോട്ടോർ സൈക്കിൾ ഇറങ്ങിയാലും വലിയൊരു യൂണിറ്റ് സെയിൽ ഞാൻ പറയുന്നില്ല, പക്ഷെ കുറച്ച് സെയിൽ റോയൽ എൻഫീൽഡ് കിട്ടുന്നത്. അപ്പോൾ അതാണ് ക്ലാസിക് 650 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റ് തരാം. റോയൽ എൻഫീൽഡിന്റെ 750cc ആയിട്ടുള്ള പുതിയൊരു എഞ്ചിൻ വരുന്നു എന്നുള്ളത് നമ്മൾ മുൻപ് ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ പവർ എന്ന് പറയുന്നത് ഏകദേശം 60 bhp പ്ലസ്, 60 bhpക്ക് മുകളിലാവാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ള 750cc ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ ആയിരിക്കും റോയൽ എൻഫീൽഡ് കൊണ്ടുവരാനായിട്ട് പോകുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റോയൽ എൻഫീൽഡിന്റെ ഭാഗത്ത് നിന്ന് ഐക്മ ഓട്ടോ എക്സ്പോയെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? ഐക്മ ഓട്ടോ എക്സ്പോയില് റോയൽ എൻഫീൽഡ് മെയിൻ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ഇലക്ട്രിക് കമ്പനിയാണ്. ഇപ്പോൾ റോയൽ എൻഫീൽഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലൈയിങ് ഫ്ലീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇലക്ട്രിക് ബ്രാൻഡിലാണ് റോയൽ എൻഫീൽഡിന്റെ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾസ് അല്ലെങ്കിൽ സ്കൂട്ടേഴ്സ് റോയൽ എൻഫീൽഡ് കൊണ്ടുവരിക. പക്ഷേ നമ്മളതിന്റെ ആ ഒരു ഇവന്റ് കണ്ടപ്പോൾ, ലൈവ് ഇവന്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ പറഞ്ഞിട്ടെ. ഏറ്റവും ആദ്യത്തെ കാര്യം, സിദ്ധാർത്ഥ് ലാനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അതിന്റെ പല ഒഫീഷ്യൽസിനാണെന്നുണ്ടെങ്കിലും ഒരു ചെറിയൊരു മോട്ടോർ സൈക്കിൾ കൊണ്ടുവരുന്നതിന്റെ ഒരു ചെറിയൊരു നാണക്കേട് പോലെ തോന്നി. കാരണം അവരെന്നെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ വലിയ കമ്പനിയാണ്, ഞങ്ങൾ വലിയ പ്രൊഡക്റ്റ് മാത്രം ചെയ്യുന്നവരാണ്, പക്ഷെ ഒരു ഇലക്ട്രിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരുമ്പോൾ എല്ലാവർക്കും ചെറിയൊരു പ്രൊഡക്റ്റേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു അവർക്ക് തന്നെ ഒരു നാണക്കേടെന്ന് വേണമെങ്കിൽ പറയാം. അതല്ല, നാണക്കേടെന്നല്ല ഞാൻ പറയണ്ടേ, അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ. മനസ്സിലായി? ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ സിദ്ധാർത്ഥ് ലാലിന്റെ മുഖത്താണെങ്കിലും പിന്നെ പലതരത്തിലുള്ള ഒഫീഷ്യൽസിന്റെ മുഖത്ത് എനിക്ക് തോന്നി. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത് ചെറിയൊരു മോഡൽ തന്നെയാണ്. ചെറിയ ഒരു കമ്പ്യൂട്ടർ സെറ്റപ്പിനായിട്ടുള്ള ഒരു മോഡലേ ഉള്ളൂ. വലിയൊരു ലോങ് ഡിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബൈക്കോ ഒന്നല്ല ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു സെറ്റപ്പിലുള്ള ചെറിയൊരു ബൈക്ക്, സ്കൂട്ടർ അല്ല, മോട്ടോർ സൈക്കിൾ തന്നെയാണ്. പക്ഷെ റിട്രോ ലുക്കിംഗ് ആയിട്ടുള്ള, എനിക്ക് നമ്മുടെ റോയൽ എൻഫീൽഡിന്റെ ഒരു പ്രത്യേകത എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളത്, റോയൽ എൻഫീൽഡ് അവർ ഏത് മോട്ടോർ സൈക്കിൾ കൊണ്ടുവന്നാലും അതിനൊരു ക്ലാസിക്കൽ ടച്ച് ഉണ്ടായിരിക്കും. അതിപ്പോൾ ഏറ്റവും വലിയൊരു മാറ്റം വരുത്തിയത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോയൽ എൻഫീൽഡ് ഹിമാലയൻ 411 തന്നെയാണ്. കാരണം 411 ഡിസൈനെ ആ ഒരു രീതിയിൽ ഒരു ക്ലാസിക്കൽ ടച്ചോട് കൂടിയിട്ടുള്ള ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ കൊണ്ടുവന്ന കമ്പനിയാണ് റോയൽ എൻഫീൽഡ്. അതിനുശേഷം നമുക്കറിയാം പല ബ്രാൻഡുകളും അതിനെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇന്റർനാഷണൽ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഹുസ്കോവർണയുടെ നോർഡൻ 901 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ട്. അതടക്കം ഏകദേശം റോയൽ എൻഫീൽഡിന്റെ ഈ പറയുന്ന ഹിമാലയൻ 411 ഡിസൈനിനോട് വളരെയധികം സാമ്യമുള്ള രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ റോയൽ എൻഫീൽഡിന്റെ ഏറ്റവും
ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവർ ആ ഒരു ക്ലാസിക് എന്ന് പറയുന്ന ആ ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ ആ ഒരു ക്ലാസിക്കൽ ടച്ച്, ക്ലാസിക്കൽ ഡിസൈന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അവരുടെ ഏറ്റവും ആദ്യത്തെ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞു റോയൽ എൻഫീൽഡിനെ കുറച്ച് എന്താ പറയുക ഒരു സന്തോഷമില്ലായ്മ, കുറച്ച് ഇങ്ങനെ എന്താ ഞങ്ങൾ ഹെവി സാധനങ്ങൾ കൊണ്ടുവന്നിരുന്ന ആൾക്കാർ ഇത്ര ചെറിയൊരു മോഡൽ കൊണ്ടുവരുന്നു എന്നുള്ള ഒരു നാണക്കേടുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതൊക്കെ നികത്താനായിട്ട് അവർ പല കാര്യങ്ങളും ഷോക്കേസ് ചെയ്തു. അതിലേറ്റവും ആദ്യത്തെ ഒരു ഷോക്കേസ് എന്ന് പറയുന്നതാണ് ഹിമാലയൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇലക്ട്രിക് വണ്ടി. നമ്മുടെ ഹിമാലയന്റെ പക്ഷെ അതൊരു 650cc ആയിട്ടുള്ള ഒരു മോഡലിൻ്റെതൊക്കെ ആയിട്ടുള്ള ഒരു ലുക്കും വലിപ്പവും പെർഫോമൻസ് ഒക്കെ ഉണ്ടാവുമെന്നാണ് റോയൽ എൻഫീൽഡ് പറയുന്നത്. അപ്പം അത്രയും വലിപ്പമുള്ള ഒരു ഹിമാലയൻ, അതും ഇലക്ട്രിക് ഹിമാലയൻ ഷോക്കേസ് ചെയ്തത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഞങ്ങൾ വലുത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞങ്ങൾ ഭാവിയിൽ കൊണ്ടുവരും എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു സെക്കൻഡ് കൺസെപ്റ്റാണ്. പക്ഷേ സിദ്ധാർത്ഥ് ലാൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതൊരു സെക്കൻഡ് കൺസെപ്റ്റിലോ മൂന്നാമത്തെ കൺസെപ്റ്റിലോ അല്ലെങ്കിൽ നാലാമത്തെ കൺസെപ്റ്റിലോ അഞ്ചാമത്തെ കൺസെപ്റ്റിലോ നിൽക്കുന്ന കാര്യമല്ല, ഇത് വരാനായിട്ട് ടൈം എടുക്കും. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ആയിട്ടുള്ള ഹെവിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയ ലുക്കുള്ള ഇലക്ട്രിക് ഹിമാലയൻ തൊട്ടടുത്തൊന്നും വരില്ല. അത് ടൈം എടുക്കും എന്നുള്ള കാര്യം സിദ്ധാർത്ഥ് ലാൽ തന്നെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിദ്ധാർത്ഥ് ലാലിന് മാത്രം കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് ടെക്നോളജിയിൽ വളരെയധികം മാറ്റങ്ങൾ വരണം, ഇൻഫ്രാസ്ട്രക്ചറിൽ കുറേ മാറ്റങ്ങൾ വരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒട്ടുമിക്ക ബ്രാൻഡുകൾ നോക്കിക്കോ, മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ബ്രാൻഡുകളൊന്നും ഹെവിയർ ആയിട്ടുള്ള ലോങ് ടൂറിംഗ് ആയിട്ടുള്ള ഇലക്ട്രിക് വെഹിക്കിളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. കുറച്ച് ബ്രാൻഡുകൾ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയോ? ചെറിയ ടൈപ്പ് ഓഫ് കമ്മ്യൂട്ടിംഗ് പർപ്പസിനായിട്ടുള്ള സ്കൂട്ടേഴ്സ്, അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ക്ലോസ്ഡ് ആയിട്ടുള്ള സർക്യൂട്ടിൽ ഓടിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് മോട്ടോ ക്രോസ്, എൻഡ്യൂറോ ബൈക്കുകൾ, അങ്ങനെയുള്ള കമ്പനികൾ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഫണ്ണായിട്ട് ഓടിക്കുന്ന രീതിയിലുള്ള ഇലക്ട്രിക് സ്കൂട്ടേഴ്സ്, ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾസ് ഒക്കെ വന്നിട്ടുണ്ട്, രജിസ്ട്രേഷൻ പോലും വേണ്ടാത്തത്. സോ അങ്ങനെയുള്ള കമ്പനികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളിലാണ് ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡുകളും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഹെവിയർ ആയിട്ടുള്ള ലോങ് ടൂറിംഗ് ആയിട്ടുള്ള കമ്പനിയൊക്കെ വന്നത് ഒരെണ്ണം പൂട്ടിപ്പോയി. എനിക്ക് വളരെയധികം ഫേവറേറ്റ് ആയിട്ടുള്ള വളരെയധികം ഫേമസ് ആയിട്ടുള്ള നമ്മുടെ മോട്ടോ ഇ എന്ന് പറയുന്ന ചാമ്പ്യൻഷിപ്പ്, ഇലക്ട്രിക് റേസിംഗ് ചാമ്പ്യൻഷിപ്പ് വരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് എനർജിക്ക എന്ന് പറയുന്നത്. ആ ഒരു കമ്പനി വരെ പൂട്ടിപ്പോയി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായി. പക്ഷെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ലോങ് ടൂറിംഗ് ആയിട്ടുള്ള ലോങ് ഡിസ്റ്റൻസിനായിട്ടുള്ള ഇലക്ട്രിക് ബൈക്കുകളൊന്നും സക്സസ് ആവാനായിട്ടുള്ളൊരു ടൈം ആയിട്ടില്ല. അതിന് ടൈം എടുക്കുമെന്നുള്ള കാര്യം സിദ്ധാർത്ഥ് ലാലിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് സിദ്ധാർത്ഥ് ലാൽ അല്ലെങ്കിൽ ഏതൊരു കുറച്ച് ചിന്തിക്കുന്ന മെയിൻ സ്ട്രീമിലുള്ള ബ്രാൻഡുകളെല്ലാതും സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടുള്ളതും, അല്ലെങ്കിൽ സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് എന്നല്ല പറയുന്ന സ്മോൾ കപ്പാസിറ്റി ആയിട്ടുള്ള ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾസ് അല്ലെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് കൊണ്ടുവരുന്നത്. പിന്നെ അടുത്തൊരു കാര്യം, റോയൽ എൻഫീൽഡിന് ഞങ്ങളുടെ കയ്യിൽ പിടിയുണ്ട്, എനിക്കുണ്ടാ പിടി എന്ന് പറയുന്ന പോലെ റോയൽ എൻഫീൽഡ് കാണിച്ചൊരു കാര്യമാണ്. സ്റ്റാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇലക്ട്രിക് ബ്രാൻഡിനായിട്ട് റോയൽ എൻഫീൽഡിന് ടൈപ്പ് ഉണ്ട്, അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഉണ്ട്. ആ ഒരു പാർട്ണർഷിപ്പിനെ കുറിച്ചും എടുത്തു പറഞ്ഞു. എന്തായാലും എടുത്തു പറയേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അതിലൂടെയാണ് അവരുടെ കോൺഫിഡൻസ് നമുക്ക് അവർ റീഗെയിൻ അല്ലെങ്കിൽ അവർ ഒരു തിരിച്ചെടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലായത്. പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോഴോ അല്ലെങ്കിൽ അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് അത്രയും കോൺഫിഡൻസ് നമുക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ഈ പറയുന്ന റോയൽ എൻഫീൽഡ് ഹിമാലയനെ ബേസ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് വണ്ടി കാണിക്കുമ്പോഴും, അതുപോലെ തന്നെ ഈ പറയുന്ന സ്റ്റാർക്ക് എന്ന് പറയുന്ന കമ്പനിയായിട്ടുള്ള ആ ഒരു കൊളാബറേഷൻ അല്ലെങ്കിൽ ആ ഒരു പാർട്ണർഷിപ്പ് ഒക്കെ കാണിക്കുമ്പോഴാണ് അവർക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കോൺഫിഡൻസ് വന്നത്. ഇനി ലോഞ്ച് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് C6 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസിക്കൽ ടച്ചുള്ള ഒരു കമ്മ്യൂട്ടർ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളാണ്. പക്ക ക്ലാസിക്കൽ ടച്ച് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ്. ഇനി അതിന് മുന്നേ ഫ്ലൈയിങ് ഫ്ലീ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രിക് ബ്രാൻഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. റോയൽ എൻഫീൽഡ് വേൾഡ് വാർ 2 യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഫ്ലൈയിങ് ഫ്ലീ എന്ന് പറഞ്ഞിട്ടുള്ള. നമുക്ക് കൂട്ടിലൊക്കെ ചെറിയൊരു കൂടിൻ്റെ ഉള്ളിൽ കെട്ടിയിട്ട് പാരച്യൂട്ടിൽ താഴ്ത്തിക്കിട്ട് ചെയ്യുക ആ മോട്ടോർ സൈക്കിൾ യുദ്ധത്തിന് സമയത്ത് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു പേര് തന്നെയാണ് ഫ്ലൈയിങ് ഫ്ലീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിമായിട്ട് റോയൽ എൻഫീൽഡ് അവരുടെ ഇലക്ട്രിക് പ്രൊഡക്റ്റ് കൊണ്ടുവന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു ഫ്ലൈയിങ് ഫ്ലീ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പണ്ട് കാലത്തെയുള്ള ഒരു മോട്ടോർ സൈക്കിളിൻ്റെ ഡിസൈൻ തന്നെയാണ് റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും ആദ്യത്തെ ഇലക്ട്രിക് ബ്രാൻഡും വന്നിരിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഇനി ഞാൻ പറഞ്ഞു ക്ലാസിക് ആയിട്ടുള്ള ഒരു ഡിസൈനിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അതിൽ ഏറ്റവും ഒരു മോഡേൺ മോട്ടോർ സൈക്കിളിൽ നമ്മൾ അധികം കാണാത്ത ഗൈഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രണ്ട് ഫോർക്ക് സസ്പെൻഷൻ സിസ്റ്റം, അങ്ങനെയുള്ള ഗൈഡർ ഫോർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോർക്ക് സിസ്റ്റം കൂടിയും ഈ ഒരു മോട്ടോർ സൈക്കിൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫോർക്ക് എന്ന് പറയുന്നത് കുറച്ച് ക്ലാസിക്കൽ ടച്ചുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം മാക്സിമം അവർ കൊടുത്തിരിക്കുന്നത് ഒരു ക്ലാസിക്കൽ ടച്ച് ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ്. അതിനോടൊപ്പം തന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഫോർജ്ഡ് അലുമിനിയം ആയിട്ടുള്ള ഒരു ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മാഗ്നീഷ്യം ബാറ്ററി കേസ് കൊടുത്തിട്ടുണ്ട്. അതും നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഒരു സ്മോളർ കമ്മ്യൂട്ടർ ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ ആണെങ്കിൽ പോലും ഓവറോൾ ഇതിൻ്റെ ഡിസൈനിങ് എന്ന് പറയുന്നത്
പറയുന്നത് നന്നായിട്ടുണ്ട്. അതിൽ സിംഗിൾ പീസ് ആയിട്ടുള്ള സീറ്റ് വരുന്നുണ്ട്. നമ്മൾ ഡ്യുവൽ ആയിട്ട് ടൈപ്പ് ഓഫ് സീറ്റ് ആക്കാൻ പറ്റുന്ന രീതിയിലും കൂടിയാണ് ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു മാഗ്നീഷ്യം ബാറ്ററി കേസ് കൊടുക്കാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മാക്സിമം തെർമൽ കണ്ടക്ടിവിറ്റി, പിന്നെ ഇംപ്രൂവിങ് കൂളിംഗ് കൂട്ടാൻ വേണ്ടി കൂടിയാണ് ഈ പറയുന്ന രീതിയിലുള്ള ഒരു മാഗ്നീഷ്യം കേസിംഗ് കൂടി കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ബാറ്ററി തന്നെയാണ് ഇതിന്റെ സ്ട്രെസ് മെമ്പർ ആയിരിക്കുക. സ്ട്രെസ് മെമ്പർ എന്ന് പറയുന്നത് ഇതിന്റെ മാക്സിമം ആ ഒരു ചേസിന്റെ ഒരു സ്ട്രെങ്ത് ഓഫ് ഒരു പാർട്ടായിട്ട് ഇതിന്റെ ബാറ്ററി കൂടി ഈ ഒരു ബൈക്കിനെ സഹായിക്കും. ഓക്കെ, അപ്പോൾ അത്രയും നല്ല രീതിയിലാണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസൈനിൻ്റെ പിന്നിലുള്ളത് ഡുക്കാറ്റിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ഡിസൈനറാണ്. അദ്ദേഹം അവിടെ റിസൈൻ ചെയ്ത് ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റ് എനിക്ക് തോന്നുന്നു അദ്ദേഹം ചെയ്തത് ഡുക്കാറ്റി മോൺസ്റ്റർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു പ്രൊജക്റ്റ് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഡയറക്റ്റായിട്ട് റോയൽ എൻഫീൽഡ് ജോയിൻ ചെയ്ത് ഈ ഒരു C6 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ റോയൽ എൻഫീൽഡ് ഒരു റിട്രോ ക്ലാസിക് ആയിട്ടുള്ള C6 വെർഷൻ മാത്രമല്ല കൊണ്ടുവന്നത്, അതിൻ്റെ കുറച്ചുകൂടി പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് രീതിയിലുള്ള, ഞാൻ പറഞ്ഞല്ലോ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇലക്ട്രിക്കിൻ്റെ ഇപ്പോഴത്തെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ക്ലോസ്ഡ് സർക്യൂട്ടിലുള്ള ഒരു ഓഫ് റോഡ് സെറ്റപ്പിലുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ S6 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ക്രാംബ്ലർ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു സ്ക്രാംബ്ലറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ അവിടെ കണ്ട ഗൈഡർ ഫോർക്ക് എന്ന് പറയുന്ന ആ ഒരു ക്ലാസിക്കൽ ടൈപ്പ് ഓഫ് ഫോർക്ക് യൂസ് ചെയ്യാതെ ഒരു USD ഫോക്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ USD ഫോക്സ് മാത്രമല്ല, ഇതിന് ഓഫ് റോഡ് ബേസ് ചെയ്തിട്ടുള്ള ടയേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അലുമിനിയം സ്പോക്സ് ആണ് വന്നിരിക്കുന്നത്. 60% സസ്പെൻഷൻ ട്രാവൽ എന്ന് പറയുന്നത് ഇതിന് കൂടുതലായിരിക്കും. പിന്നെ എൻഡ്യൂറോ സീറ്റ്, പിന്നെ സ്പീഡ് ഏകദേശം 0 to 60. ഞാൻ പറഞ്ഞു ഇതൊരു ചെറിയൊരു വണ്ടിയാണ്, അതുകൊണ്ട് തന്നെ 0 to 60 ആണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത്. പിന്നെ എല്ലാം കൊണ്ടും ആ ഒരു C6ൻ്റെ ഒരു എന്താ പറയുക ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വെർഷൻ ആയിട്ടാണ് S6 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ക്രാംബ്ലർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ബ്രാൻഡുകളും മെയിൻ സ്ട്രീമിലുള്ള ബ്രാൻഡുകളും ശ്രദ്ധിക്കുന്ന പോലെ ഒരു കമ്മ്യൂട്ടർ, അതിനോടൊപ്പം തന്നെ ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫണ്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ട്രിക് മോഡൽ തന്നെയാണ് റോയൽ എൻഫീൽഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം മാർക്കറ്റിംഗ് റോയൽ എൻഫീൽഡിന്റെ അബ്ബാറാണ്. അത് സിദ്ധാർത്ഥ് ലാൽ എന്ന് പറയുന്ന ഒരാള് പുള്ളിയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ബുദ്ധി കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവരുടെ കമ്പനി ഇത്രയും ഒരു ഹെവി ലെവലിൽ നിൽക്കുന്നത്. പക്ഷെ അതിൽ കുറേ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. അതെന്താണെന്നുള്ളതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന വീഡിയോ. അത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. 4th ക്വസ്റ്റ്യൻ ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞ വീഡിയോയില് വലിയേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് തോന്നുന്നുണ്ട് റോയൽ എൻഫീൽഡിനെ കുറിച്ചിട്ട്? ഓക്കെ, വലിയേട്ടൻ ചില കാര്യങ്ങൾ കഴിഞ്ഞ ന്യൂസ് ഓഫ് വീൽസ് കണ്ടവർക്ക് അറിയാം, നമ്മുടെ കൂടെ വലിയേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയേട്ടൻ കുറച്ച് കാര്യങ്ങൾ എന്നോട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുത്തി ചോദിച്ചു. കുത്തി ചോദിച്ചതിൽ ഏറ്റവും ആയത് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു റൈഡർ മാനുവൽ ഇന്നെന്താ വണ്ടിയൊക്കെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും, ഇനി എന്തെങ്കിലും വണ്ടി വരാൻ ചാൻസ് ഉണ്ടോ എന്ന് വലിയേട്ടൻ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ചാൻസ് ഇല്ല. കാരണം നമുക്ക് യാതൊരു സൂചനയില്ല ഇനി ഒരു മോട്ടോർ സൈക്കിൾ അവർ കൊണ്ടുവരുമോ എന്നുള്ളത്. പക്ഷെ പെട്ടെന്നാണ് അവർ അതാ സ്ക്രാം 440 എന്ന് പറയുന്ന പുതിയ മോഡൽ കൊണ്ടുവരുന്നത്. പുതിയ മോഡൽ എന്നൊക്കെ അതവിടെ നിൽക്കട്ടെ, എന്തായാലും പുതിയ ഒരു മോഡൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് സ്ക്രാം 440 എന്ന് പറയുന്നത്. ഇതിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു ഒരു വണ്ടി ലോഞ്ച് ചെയ്യുന്നതിനേക്കാൾ 2 ദിവസം മുൻപ് അറിഞ്ഞു. പക്ഷെ അപ്പോഴും ഞാൻ അറിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റോയൽ എൻഫീൽഡ് പുതിയ സ്ക്രാം 450 വരുന്നു എന്നുള്ളൊരു ന്യൂസാണ് കണ്ടത്. അതിനോടൊപ്പം തന്നെ അത് എയർ കൂൾഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്താ, ഓൾറെഡി ഉള്ള ഇപ്പോൾ നമ്മുടെ ഹിമാലയൻ 450യിലുള്ള ആ ഒരു ഷെർപ്പ എന്ന് പറയുന്ന ആ ഒരു എൻജിൻ തന്നെ എങ്ങനെയാണ് അവർ എയർ കൂളാക്കണേ? നമ്മൾ വാട്ടർ ജെറ്റിനായിട്ടുള്ളത് അല്ലെങ്കിൽ വാട്ടർ കൂളിങ്ങിനായിട്ടുള്ള ആ ഒരു ഓൾറെഡി അതിന് വേണ്ടിയിട്ടുള്ള സോഴ്സ് ഒക്കെ ഇട്ടിട്ടുള്ള എഞ്ചിനാണല്ലോ ഷെർപ്പ 450 എന്ന് പറയുന്നത്. അതിനെങ്ങനെയാണ് എയർ കൂൾഡ് ആക്കണേ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ ഇരുന്നിരുന്നത്. അപ്പോഴും എനിക്ക് 411 ഇവർ പിടിച്ച് 440 എന്ന് പറയുന്ന രീതിയിലോ അല്ലെങ്കിൽ 450 എന്ന് പറയുന്ന രീതിയിൽ കൊണ്ടുവരുന്നുള്ള ഒരു കാര്യം എനിക്ക് വന്നില്ല. കാരണം നമ്മൾ ചിന്തിക്കുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല ഡീലേഴ്സും ഇത് ഏറ്റവും അവസാനത്തെ മോഡലാണ് സ്ക്രാം 411, ആദായ വില എന്ന് പറഞ്ഞിട്ട് വിൽക്കാനുള്ള പ്ലാൻ നമ്മൾ കാണുന്നുണ്ട്. കാരണം ഇനി സ്ക്രാം 411 കിട്ടില്ല, ഇതെല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള എഞ്ചിനാണ്, വേണമെങ്കിൽ വാങ്ങിച്ചോ, അവസാനത്തെ മോഡലാണ് എൻ്റെ ഡീലർഷിപ്പിലുള്ളത് പറഞ്ഞിട്ട് പല ഡീലേഴ്സും സെയിൽ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോഴാണ് ഡീലേഴ്സിനെ കൂടി ഞെട്ടിച്ചിട്ട് ഈ ഒരു സ്ക്രാം 440 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ റോയൽ എൻഫീൽഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി ഒരു മോഡലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സെയിം തന്നെ സ്ക്രാം 411 തന്നെ, അത് തന്നെ ചെറിയ ഡിഫറൻസ് വരുത്തി. മെയിനായിട്ട് വരുത്തിയിരിക്കുന്ന ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കുറച്ച് കൂട്ടി. 411 എന്നുള്ളത് 443 cc ആക്കി. അതുപോലെ തന്നെ ലോങ് സ്ട്രോക്ക് ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ് ഈ ഒരു സ്ക്രാം 440 എന്ന് പറയുന്നത്. ബോർ എന്ന് പറയുന്നത് 81 mm, സ്ട്രോക്ക് എന്ന് പറയുന്നത് 86 mm തന്നെയാണ്. പവർ എന്ന് വരുന്നത്
1 HP കൂടിയിട്ടുണ്ട്. ടോർക്ക് എന്ന് പറയുന്നത് 2 Nm ടോർക്കേ കൂടിയിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. വലിയ ഡിഫറൻസ് ഒന്നും നമുക്ക് ഈ ഒരു മോട്ടോർ സൈക്കിളിൽ പറയാനായിട്ട് ഇല്ല. ഇനി സബ് ഫ്രെയിമിന് ചെറിയ വ്യത്യാസം വരുത്തി എന്ന് പറയുന്നു. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിയറിൽ പേലോഡ് കൂട്ടാനായിട്ട് സബ് ഫ്രെയിമിൽ റീഡിസൈനിങ് എന്തോ ചെയ്തു എന്ന് പറയുന്നു. പിന്നെ സ്പോക്ക് വീൽസ് വന്നിട്ടുണ്ട്, അലോയ് വീൽസ് വന്നിട്ടുണ്ട്. പിന്നെ അടുത്തൊരു മേജർ ചേഞ്ച് വന്നിരിക്കുന്നത് 5 സ്പീഡ് ആയിട്ടുള്ള 4 ലെവലിൽ നിന്നും ഇതൊരു 6 സ്പീഡ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളായിട്ട് മാറ്റി. ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ എനിക്ക് എന്തോ ഓർമ്മ വരുന്നതെന്ന് അറിയോ, ഒരു ശ്രീനിവാസന്റെയും ജഗതിയുടെ ഒരു സിനിമയിൽ പറയുന്നില്ലേ, പൊറാട്ടയും പപ്പടവും കെട്ടിക്കിടക്കുന്ന അതേ ഒരു കാര്യമാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഫോളോവർ ഇതിനെക്കുറിച്ച് ഇതേ സെയിം ഡയലോഗ് എന്നോട് എനിക്ക് മെസ്സേജ് അയച്ച് പറയുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് റോയൽ എൻഫീൽഡ് പലപ്പോഴായിട്ടും ചെയ്യുന്നത്. ഇത് അവരുടെ കയ്യിൽ ചിലപ്പോൾ ഈ ഒരു എഞ്ചിനാണെങ്കിലും അല്ലെങ്കിൽ ഇതിന്റെ ഷാസിസ് ആണെന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും ടൺ കണക്കിനുണ്ടാവും. ഇതിൽ വന്നിരിക്കുന്ന മാറ്റം എന്താ, എഞ്ചിൻ ഡിസ്പ്ലേസ്മെന്റ് കൂട്ടാൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സിലിണ്ടർ മാത്രം മാറ്റിയാൽ മതി, സിലിണ്ടർ മാത്രം റീഡിസൈൻ ചെയ്താൽ മതി. അടുത്തൊരു കാര്യം, ഗിയർ ബോക്സ് മാറ്റാൻ ഗിയറിൽ മാത്രം എന്തെങ്കിലും ഒരു പുതിയൊരു ഗിയർ ആഡ് ചെയ്താൽ മതി. സബ് ഫ്രെയിം ഇവർ വർക്ക് ചെയ്തു എന്ന് ഇവർ പറയുന്നു, അത് എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യം നമുക്കറിയില്ല. ഓക്കെ, ഇതും ഒരു ഹെവി ആയിട്ടുള്ള ഒരു യൂണിറ്റ് ചിലപ്പോൾ പ്രൊഡക്ഷൻ പോലും തുടങ്ങിയിട്ടുണ്ടാവില്ല. ഇതിന് മുൻപ് റോയൽ എൻഫീൽഡ് ഈ ഒരു കാര്യം പലതവണ നമ്മുടെ അടുത്ത് ചെയ്തിട്ടുള്ളതാണ്. ഒരു 350cc മോട്ടോർ സൈക്കിൾ ആയിരിക്കും, ചിലപ്പോൾ അതിന് ലിമിറ്റഡ് എഡിഷൻ എന്ന് പറയും, പുതിയ കളേഴ്സ് എന്ന് പറയും, അങ്ങനെ ലോഞ്ച് ചെയ്യും. ഇനി അതിൽ കൂടുതൽ എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡിന്റെ ട്രയൽ 350 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ RSA ഒക്കെയാണ് ആ ഒരു മോട്ടോർ സൈക്കിൾ കൊണ്ടു നടക്കുന്നത്. അതും ഇതുപോലെ നമ്മുടെ കണ്ണിലെ പൊടിയിടാൻ കൊണ്ടുവന്ന മോഡലാണ്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന സ്ക്രാം 440 എന്ന് പറയുന്ന മോഡലും. ഇതും ആൾക്കാർ വാങ്ങിക്കാനുണ്ടാവും. അതാണ് ഞാൻ പറയുന്നത്. കാരണം ഓൾറെഡി കുറച്ച് ഡിമാൻഡ്, എല്ലാവർക്കും ആ ഒരു ലോങ് സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുന്നതിൻ്റെ ഒരു താല്പര്യമുണ്ട്. അതും 411 എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക രസം ഓടിക്കാൻ. ആ ഒരു രസം കൊണ്ട് തന്നെയാണ് അത്രയും അധികം റിലയബിലിറ്റി കുറഞ്ഞൊരു മോഡലായിട്ട് പോലും ഹിമാലയൻ 411 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ BS3, BS4, BS6 ആയിട്ടും സെയിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. സോ അതേകൊണ്ട് തന്നെ ഈ ഒരു സ്ക്രാം 440 എന്ന് പറയുന്ന മോഡലിനും അത്യാവശ്യത്തിന് സെയിൽ ഉണ്ടാവും. പക്ഷേ സ്ട്രോക്കിലും ബോറിലും ഡിസൈൻ ഡിഫറൻസ് അല്ലെങ്കിൽ മെഷർമെൻറ്റ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് എങ്ങനെയായിരിക്കും ആ ഒരു എൻജിൻ കമ്പയർ ടു പഴയ 411 ആയിട്ട് റെസ്പോൺസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ലോങ് സ്ട്രോക്ക് ആയിട്ടുള്ള ഒരു എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ വലിയ ഡിഫറൻസ് വരാനായിട്ടുള്ള ഒരു ചാൻസും ഇല്ല. എന്തായാലും എനിക്ക് ആ ഒരു മോട്ടോർ സൈക്കിൾ ഓടിച്ച് നോക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഇത്രയും അവർ എന്തൊക്കെയോ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു റെസ്പോൺസ് നമുക്ക് അറിയണമല്ലോ, എഞ്ചിൻ റെസ്പോൺസ് നമുക്ക് അറിയണമല്ലോ. പക്ഷേ പവറിലും ടോർക്കിലും വലിയ ഡിഫറൻസ് ഇല്ല എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുക. പിന്നെ സാധാരണ നമ്മൾ കണ്ടുവരുന്ന റോയൽ എൻഫീൽഡിൻ്റെ സെയിം ഐറ്റം സ്ക്രാം 440 വന്നിട്ടുണ്ട്. അവരുടെ ഏറ്റവും പുതിയ ഹെഡ്ലൈറ്റ്, അവരുടെ എല്ലാ ബ്രാൻഡിലും അല്ലെങ്കിൽ എല്ലാ മോഡലിലും കാണുന്ന ഹെഡ്ലൈറ്റ്സും നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതും വലിയേട്ടൻ പറഞ്ഞൊരു കാര്യമാണ്. വലിയേട്ടൻ പറഞ്ഞുള്ളൂ അതിനെ കുറിച്ചിട്ട്. റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ മോഡൽസും ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ സിമിലർ പോലെ തോന്നുന്നു. അതിനുള്ള ഉദാഹരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയിടം പറഞ്ഞത് ഹെഡ്ലൈറ്റ് ആണ്. കാരണം അവരൊരു ഒരു ഡിസൈനർ എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഹെഡ്ലൈറ്റ് അയ്യോ ഇത് സിമിലർ ആണല്ലോ. ചിലപ്പോൾ അവർ അത്രയും ഡീപ്പായിട്ട് ചിലപ്പോൾ നൈറ്റ് ചിന്തിക്കുക, രാത്രി വരുന്ന സമയത്ത് ആ ഒരു ഹെഡ്ലൈറ്റ് മാത്രം കാണുമ്പോൾ നമുക്ക് തന്നെ ഏത് മോഡലാണെന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യങ്ങളുണ്ടായിരിക്കും. ആ ഒരു കാര്യം നമുക്ക് ഈ സ്ക്രാം 440 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളിലും കാണാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു സെയിം അധികം ഉപയോഗമില്ലാത്ത LED ഹെഡ്ലൈറ്റ്, അതിനെക്കുറിച്ചും നമുക്ക് കുറേ കാലം സംസാരിക്കാനുണ്ട്. എന്തായാലും ആ ഒരു സെയിം ഹെഡ്ലൈറ്റിനെയാണ് അവർ ഈ പറയുന്ന സ്ക്രാം 440 എന്ന് പറയുന്ന മോഡലിലും കൊടുത്തിരിക്കുന്നത്. ഇനി റോയൽ എൻഫീൽഡിൻ്റെ ഒരു കാര്യം എനിക്ക് തോന്നിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പല മോഡൽസ് കൊണ്ടുവരുന്നു. ഇങ്ങനെ എന്താ പറയുക, ഇപ്പം എല്ലാവരും ട്രോളി തുടങ്ങിയിട്ടുണ്ട്. ആഴ്ചയിലാണ് അവർക്ക് ലോഞ്ച്. കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച ഒരു നമുക്ക് 4 ആഴ്ച മുന്നേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ക്ലാസിക് 650 ഇൻ്റർനാഷണലി അവർ ഷോക്കേസ് ചെയ്ത് അവിടെ ഇൻ്റർനാഷണലി ലോഞ്ച് ചെയ്തു, മീഡിയ ഡ്രൈവ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ബെയർ 650 എന്ന് പറയുന്ന ഒരു മോട്ടോർ സൈക്കിൾ കുറച്ച് നാൾ മുന്നേ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് ഇവിടെ മോട്ടോർ വേഴ്സ് തുടങ്ങുന്നതിനേക്കാളും 3-4 ദിവസം മുന്നേ തന്നെ നമ്മുടെ ഗോവൻ ക്ലാസിക് 350 എന്ന് പറയുന്ന ഒരു മോട്ടോർ സൈക്കിൾ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഇടയിൽ അടുത്തൊരു ലോഞ്ച്, അതാണ് ഈ പറയുന്ന സ്ക്രാം 440. അപ്പോൾ ഇവരിങ്ങനെ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോയൽ എൻഫീൽഡ് അത് വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ഒരു 3-4 വർഷം മുന്നേ റോയൽ എൻഫീൽഡ് പറഞ്ഞിരുന്നു 7 വർഷത്തിൽ അവർ 28 മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞ്. വർഷം 4 മോട്ടോർ സൈക്കിൾ, അതും ചുമ്മാ കളറടിച്ച് പെയിൻറ്റ് മാറ്റി വരില്ല എന്നുള്ള കാര്യം സിദ്ധാർത്ഥ് ലാൽ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. സോ അതിനെ അവർ നീതി പുലർത്തിയിട്ടുണ്ട്. എന്താ പറയുക, ചുമ്മാ കളർ മാറ്റിയിട്ടല്ല അവർ കൊണ്ടുവരുന്നത്. അത്യാവശ്യത്തിന് പുതിയൊരു ഡിസൈനായിട്ട്, പുതിയൊരു എർഗണോമിക്സിനായിട്ടുള്ള, പുതിയൊരു പർപ്പസ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളായിട്ട് തന്നെ കൊണ്ടുവരുന്നത്. പക്ഷെ അങ്ങനെ കൊണ്ടുവരുമ്പോൾ അവർ മറക്കുന്ന ചില കാര്യങ്ങളാണ് ക്വാളിറ്റി അല്ലെങ്കിൽ റിലയബിലിറ്റി. അവർ പുതിയ പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നു, ഓക്കെ, പക്ഷെ ആ ഒരു പുതിയ പ്രൊഡക്റ്റ് കൊണ്ടുവരുമ്പോൾ അത് എത്രത്തോളം റിലയബിലിറ്റി ആയിട്ട് കൊണ്ടുവരണം, എത്രത്തോളം ബെറ്റർ ആക്കി കൊണ്ടുവരണം എന്നുള്ള കാര്യം അവർ പലപ്പോഴും ചിന്തിക്കുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായിട്ട് രീതിയിലുള്ള മോട്ടോർ സൈക്കിൾ അവർ കൊണ്ടുവരും, നല്ല കാര്യം. ഇപ്പം ഞാൻ പറഞ്ഞു സ്ക്രാമ്പിളർ കൊണ്ടുവന്നു, ഷോർട്ട് ഗൺ പോലുള്ളൊരു മോട്ടോർ സൈക്കിൾ കൊണ്ടുവന്നു,
അവർ സൂപ്പർ മെറ്റിയോർ 650 എന്ന് പറയുന്ന വലിയ ഒരു ക്രൂസർ മോട്ടോർ സൈക്കിൾ കൊണ്ടുവന്നു. അതൊക്കെ നല്ല കാര്യം. ഓക്കെ, ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടുന്ന പോലെ അവർക്ക് ഓരോ പുതിയ പ്രോഡക്റ്റ് കൊണ്ടുവരുന്നു. പക്ഷെ അതിൻ്റെ റിലയബിലിറ്റി, അതിൻ്റെ ആ ഒരു ക്വാളിറ്റി കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റോയൽ എൻഫീൽഡ് നല്ല രീതിയിൽ പിടിച്ചു നിൽക്കും. അതല്ലാന്നുണ്ടെങ്കിൽ റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു സ്ട്രാറ്റജി മാറ്റേണ്ടതായിട്ട് വരും. എന്തായാലും റോയൽ എൻഫീൽഡിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, അവരുടെ റിലയബിലിറ്റി, അതിനെക്കുറിച്ച് റോയൽ എൻഫീൽഡ് മാത്രമല്ല പല ബ്രാൻഡിനെ കുറിച്ചും ഞങ്ങൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇനി അതിനോടൊപ്പം തന്നെ റോയൽ എൻഫീൽഡ് ഈ പറയുന്ന മോട്ടോർവേഴ്സ് എന്ന് പറയുന്ന ഒരു ഇവന്റിൽ ഒരു മോട്ടോർ സൈക്കിൾ കൂടി പുതിയ കളർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഗൊറില്ല 450യുടെ പുതിയൊരു കളർ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പറയുന്ന ഐക്മ ഓട്ടോ എക്സ്പോ, അതുപോലെ തന്നെ മോട്ടോർവേഴ്സ് എന്ന് പറയുന്ന റോയൽ എൻഫീൽഡിന്റെ സ്വന്തം ഇവന്റിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്. ഇത്ര തന്നെ ഉള്ളൂ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അത്യാവശ്യം ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്നിട്ട് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, വിമർശിക്കാം അല്ലെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് വിമർശിക്കുക, അത്രേ പറയാനുള്ളൂ. Thanks for watching. See you next video. Bye from ciao. Hello. Thanks for watching. See you next video. Until then, ciao.